മോർണിംഗ് മൈ ഡിയർ സ്റ്റുഡൻസ്. അപ്പോൾ നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിൽ വന്നിരിക്കുന്നത് നമ്മുടെ ഇത് പാർട്ട് 8 ഡിസ്കസ് ചെയ്യാനാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. നമ്മളിത് കൾച്ചറൽ പ്ലൂറലിസം ആൻഡ് ഇന്ത്യൻ സൊസൈറ്റിയാണ് നമ്മളിന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതുവരെ മിസ് എടുത്ത ക്ലാസ് നിങ്ങൾ കാണുന്നുണ്ട് എന്നാണ് വിശ്വാസം. നിങ്ങൾ കാണുമ്പോൾ നമുക്ക് നോട്ട്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളതൊക്കെ നോക്കിയിട്ട് എൻ്റെ എക്സാം പ്രിപ്പറേഷൻ ചെയ്യുക. എന്തെങ്കിലും കാര്യങ്ങൾ സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കൂടുതൽ വായിച്ച് നോക്കി മനസ്സിലാക്കുക, പോയിന്റ് ബേസിൽ എഴുതാൻ ശ്രമിക്കുക, നല്ല വൃത്തിയിൽ ആൻസർ ഷീറ്റ് കീപ്പ് ചെയ്യാന്നൊക്കെ മിസ് ഓരോ ക്ലാസ്സിലും റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക. പോയിന്റ് മീൻസ് ഇപ്പോൾ ഈ ഒരു കാറ്റഗറി, അതായത് ഇപ്പം നമ്മൾ കുറച്ചിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നതെല്ലാം എന്താണ്, നമ്മുടെ ഹിസ്റ്ററി ആൻഡ് ഫിലോസഫി, ഇന്ത്യൻ കൾച്ചർ, ഡെമോക്രസി, ദെൻ മൊറാലിറ്റി, ആറ്റിറ്റ്യൂഡ്, ബിഹേവിയർ, അങ്ങനെ സകല കാര്യം ഒരു വ്യക്തിയെ സംബന്ധിച്ച് സൊസൈറ്റിയിലേക്ക് ഒരു വ്യക്തിയെ ഇറങ്ങുമ്പോൾ ഡെമോക്രസി, നമ്മുടെ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ എന്തൊക്കെയുണ്ട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, അതും ആ ഡെമോക്രസിയിൽ ജീവിക്കുന്ന ഒരു ഇന്ത്യൻ പൗരന് വേണ്ട വാല്യൂസ്, ദാറ്റ് ഈസ് മൊറാലിറ്റി അല്ലേ. ദ വാല്യൂസ് ഓഫ് എഡ്യൂക്കേഷൻ നമ്മൾ പ്രത്യേകം പറഞ്ഞു. വാല്യൂസ് ഓഫ് ക്യാരക്ടർ, വാല്യൂസ് ഓഫ് ആറ്റിറ്റ്യൂഡ്, വാല്യൂസ് ഓഫ് റെസ്പെക്ട്, നമ്മളെ സറൗണ്ടിങ്സിൽ കാണുന്ന അനുഭവങ്ങൾ, നമുക്കറിയുന്ന കാര്യങ്ങളെല്ലാം ഒരു വ്യക്തിയെ വാർത്തെടുക്കുന്ന, സ്വാധീനിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ അതെല്ലാം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് നമ്മൾ ഓരോ പാർട്ടും നമ്മൾ കവർ ചെയ്ത് പോകുന്നത്. ഇപ്പം നമ്മൾ പഠിക്കുന്നത് കൾച്ചറൽ പ്ലൂരലിസം അത് മാറിപ്പോയത്. പ്ലൂരലിസം ഇൻ ഇന്ത്യൻ സൊസൈറ്റി, കൾച്ചറൽ, അതായത് ഇന്ത്യൻ സൊസൈറ്റിയിൽ ഇതിൽ എന്തൊക്കെയാണ് അടങ്ങിയിരിക്കുന്നത്. ഇന്ത്യൻ സൊസൈറ്റിയിലുള്ളത് സിവിലൈസേഷൻ ആൻഡ് കൾച്ചർ, കൾച്ചറൽ ഡൈവേഴ്സിറ്റി, സ്കൂൾ ആൻഡ് കമ്മ്യൂണിറ്റി, ലൈഫ് സ്കിൽ എഡ്യൂക്കേഷൻ, കോർ വാല്യൂസ് എന്നിവയാണ് നമുക്കിതിൽ കവർ ചെയ്ത് പോകാനുള്ളത്. സിവിലൈസേഷൻ ആൻഡ് കൾച്ചർ, നമുക്കറിയാം നമ്മുടെ സിവിലൈസേഷൻ നമുക്കറിയാം എന്താ പറയുക, സിന്ധു നദീതട സംസ്കാരം, അതാണ് എന്ത് ഇന്ത്യൻ സംസ്കാരം. സിന്ധു നദീ തീരത്താണ് എന്തുണ്ടായത്, പുരാതന ഇന്ത്യൻ സംസ്കാരം ഉണ്ടായെന്നാണ് പറയുന്നത്. കൾച്ചർ ഓഫ് ഇന്ത്യ, വൺ ഓഫ് ദ ഓൾഡസ്റ്റ് കൾച്ചർ ഇൻ ദ വേൾഡ്. നമ്മുടെ ഇന്ത്യൻ സംസ്കാരം ലോകത്ത് തന്നെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും പുരാതനമായ സംസ്കാരമാണ് കേട്ടോ. ലോകത്ത് വേൾഡ് വൈസ് നോക്കുമ്പോൾ, ആൻഡ് ദ കൾച്ചർ ഇൻ ഇന്ത്യ ഈസ് വൺ ഓഫ് ദ ഓൾഡസ്റ്റ് കൾച്ചർ ഇൻ വേൾഡ്. റൈറ്റ് ഫ്രം ദ മെഡീവൽ പീപ്പിൾ, ദെയർ കസ്റ്റംസ് ആൻഡ് ഫെസ്റ്റിവൽ, എവറി സ്റ്റേറ്റ് ഇൻ ഇന്ത്യ ഹാസ് ഇറ്റ്സ് ഓൺ ഡിസ്റ്റിങ്ക്ട് കൾച്ചർ. അത് നേരത്തെ നമ്മൾ പരാമർശിച്ച കാര്യം തന്നെയാണ്. നമ്മുടെ ഇന്ത്യയിലുള്ള എല്ലാ സ്റ്റേറ്റിനും എന്താണ് അതിൻ്റെതായ കൾച്ചർ ഉണ്ട്, ഫെസ്റ്റിവൽസ് ഉണ്ട്, ലാംഗ്വേജ് ഉണ്ട്, ആർട്ട്. നേരത്തെ നമ്മളിവിടെ റൗണ്ട് ചെയ്ത് നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ ഡിസ്കസ് ചെയ്തതാണ് ഈ കാര്യങ്ങളെല്ലാം. ആ ക്ലാസ് കണ്ടവർക്ക് ഈ ഒരു ക്ലാസ് കാണുമ്പോൾ പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാവും. ഓക്കെ, അത് നമ്മൾ മിസ് വേറെ തന്നെ പോയിന്റ് ഔട്ട് ചെയ്ത് എഴുതി തന്നതാണ്. ദെൻ വേറെന്താ, കസ്റ്റംസ് ആൻഡ് കസ്റ്റംസ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ആചാരങ്ങൾ. ഫെസ്റ്റിവൽസ് ആണ് ആഘോഷങ്ങൾ. ആചാരങ്ങളും ആഘോഷങ്ങളും എല്ലാം വ്യത്യസ്തമാണ്. യൂണിറ്റി ഈസ് ഡൈവേഴ്സിറ്റി എന്ന് മിസ് വേറെ തന്നെ ഒറ്റ വേർഡ് നിങ്ങൾ പഠിക്കാൻ പറഞ്ഞു. ആ വേർഡ് നിങ്ങൾ ഈ ഒരു ബികോമിലെ ഈ ഒരു പേപ്പർ മൊത്തം, ഈ ഒരു ബ്ലോക്ക് 1 2 3 4 ഫുൾ യൂണിറ്റ് കവർ ചെയ്ത് പോകുമ്പോൾ ആ ഒരു വേർഡ് നിങ്ങൾ മറക്കുക. അത് എത്തിക്സ് ആയാലും, ഇന്ത്യൻ സംസ്കാരം, ഇന്ത്യൻ ഡെമോക്രസി, ഇന്ത്യൻ ഹിസ്റ്ററി, ഇന്ത്യൻ ഫിലോസഫി, ഇന്ത്യൻ കൾച്ചർ, അങ്ങനെ ഇന്ത്യ സൊസൈറ്റിയിലെ എല്ലാ സംഭവങ്ങൾ പഠിക്കുമ്പോഴും എന്ത് നമ്മളെപ്പോഴും ഓർമ്മ വേണം, നാനാത്വത്തിൽ ഏകത്വം, ഡൈവേഴ്സിറ്റി, യൂണിറ്റി ഈസ് ദ ഡൈവേഴ്സിറ്റി, യൂണിറ്റി, അതൊക്കെ മറന്നു പോകാതെ പഠിച്ചിരിക്കുക. Then festivals in custom, every state in India has own distinct culture. ഇന്ത്യയിലുള്ള എല്ലാ സംസ്ഥാനത്തിനും അതിൻ്റെതായ ഫെസ്റ്റിവൽ ഉണ്ട്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ. ഓക്കെ, നെക്സ്റ്റ്, India's culture has been by migrating population with over period got absorbed in the Indian way of life. This great Indian culture compromise of Indian music, Indian dance and Indian കസ്റ്റംസ് ആൻഡ് ഇന്ത്യൻ ഫെസ്റ്റിവൽ, അതായത് ഇന്ത്യൻ മ്യൂസിക്കും ഇന്ത്യൻ ഡാൻസും ഇന്ത്യൻ കോസ്റ്റ്യൂമും ഇന്ത്യൻ കൾച്ചറും ഇന്ത്യൻ ഫെസ്റ്റിവലും എല്ലാം വ്യത്യസ്തമാണെന്നാണ് പറയുന്നത്. ഓക്കെ, ദ സെവറൽ കൾച്ചേഴ്സ് ഫ്രം ദ പാർട്ട് ഓഫ് civilization claims then Indian civilization includes the cultures of Harappa civilization, Vedic, Aryans, Buddhist, Jains, influence of culture of the inward, അതായത് ബുദ്ധിസ്റ്റ് സിവിലൈസേഷൻ ആൻഡ് ജെയിൻസ് ഇൻഫ്ലുവൻസ് കൾച്ചർ ഓഫ് കുഷാനന്മാർ, സാഗാസ്, ഗ്രീക്സ് ആൻഡ് Afghans, Delhi Sultanate, Mughals, British. It also influenced in
Bhaktism, Sufism and Kushanas under Kanishka. കുശാനന്മാരുടെ രാജാവായിരുന്നു കനിഷ്കൻ. ഓക്കെ, then introduced by Gandhara school of art, which is used Greek art in the Buddhism. Okay, Gandhara school of art, it is the school of Buddhism. Gandhara school of art, one word question on the marnu Gandhara school of art related in Buddhism. Okay, then although Islam was introduced in India by Arabs, Islam madam Indian വ്യാപിപ്പിച്ചത് ആരാണ്? Arabs ആണ് in 18th century AD. It became the major religion It is the major religion in India. Okay, നമുക്കറിയാം ഇസ്ലാം മതം, ഹിന്ദു മതം, ബുദ്ധിസം, സൂഫിസം, ജൈനിസം, കുറേ നമ്മൾ എന്ത് പഠിക്കാനുണ്ട്. ഇസ്ലാം മതത്തെ പറ്റി നമുക്ക് കുറേ ഇസ്ലാം ഏത് ഹിന്ദു മതമായി ഇസ്ലാം ക്രിസ്ത്യൻ നാനാവിധത്തിലുള്ള മതങ്ങളും, നേരത്തെ പറഞ്ഞ കനിഷ്ക മഹാരാജാവും, പിന്നെന്താണ് പറഞ്ഞത് ഭക്തിസം, സൂഫിസം, കബീറിൻ്റെ ബുക്ക്, ഗുരുനാനാക്ക്, അങ്ങനെയുള്ള തത്വചിന്തകന്മാർ പറഞ്ഞിരിക്കുന്ന മതങ്ങളും അവരുടെ തത്വചിന്തകളും എല്ലാം അടങ്ങിയിട്ടുള്ളത് തന്നെയാണ് ഇത് നമ്മുടെ കൾച്ചറൽ ഡൈവേഴ്സിറ്റി. ഓക്കെ, സിവിലൈസേഷൻ ആൻഡ് കൾച്ചർ നമ്മൾ പറഞ്ഞു. ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത് ഇത്രയും ജാതി മതങ്ങളും ഫിലോസഫികളും കൾച്ചേഴ്സ്, അതായത് ബുദ്ധിസം, സൂഫിസം, ഭക്തി മൂവ്മെന്റ്, മീരാബായി, കബീർ, നേരത്തെ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് കൾച്ചറൽ. ദെൻ സ്കൂൾ ഓഫ് കമ്മ്യൂണിറ്റി, അതാണ് ഗാന്ധാര സ്കൂൾ ഓഫ് ആർട്ട് നമ്മൾ പറഞ്ഞത്. ദെൻ ലൈഫ് സ്കിൽ എഡ്യൂക്കേഷൻ. ലൈഫ് സ്കിൽ എഡ്യൂക്കേഷൻ, നമുക്ക് ഇതെല്ലാം എന്താണ് ലൈഫ് സ്കിൽ എഡ്യൂക്കേഷനിൽ ഉൾപ്പെടുത്താവുന്ന കാര്യങ്ങളാണ്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഡെവലപ്പിംഗ് വാല്യൂസ് ഇൻ ചിൽഡ്രൻ, അതായത് കുട്ടികൾ. ഇനി വീണ്ടും നമ്മൾ എന്തിലേക്ക് പോവാണ്? കോർ വാല്യൂസിലേക്കാണ് പോകുന്നത്. ലാസ്റ്റ് പോയിന്റ് കോർ വാല്യൂസ്. കോർ എന്ന് പറഞ്ഞാൽ ഒരു കോർ സബ്ജക്റ്റ് എന്നൊക്കെ നമ്മൾ പറയും. BCom ഒക്കെ കോർ സബ്ജക്റ്റ് എന്താണെന്നൊക്കെ ചോദിക്കല്. കുറേ ഘടകങ്ങൾ അടങ്ങിയതാണ് കോർ എന്ന് പറയുന്നത്. വാല്യൂ എന്ന് പറഞ്ഞ മൂല്യങ്ങൾ, നമ്മൾ ജീവിതത്തിൽ അനുഷ്ഠിക്കേണ്ടത്, നമ്മൾ ആർജിക്കേണ്ട മൂല്യങ്ങളെ പറ്റിയാണ് കോർ സബ്ജക്റ്റ് എന്ന് പറഞ്ഞത്. ഡെവലപ്പിംഗ് കോർ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഇൻ ദ previous section we have identified the list of for sustainable of development. Okay, that is development of values cannot short term affair. Okay, it is അതൊരു ഷോർട്ട് ടേം പ്രോസസ് അല്ല. ഒരു കുട്ടി വളർന്നു വരുമ്പോൾ ഒരു വാല്യൂസ് ആ കുട്ടികളിൽ നമ്മളിത് റിപ്പീറ്റ് ചെയ്ത കാര്യങ്ങൾ തന്നെയാണ്. മൊറാലിറ്റി ആണെങ്കിലും ബിഹേവിയറൽ ആറ്റിറ്റ്യൂഡ് എന്തായാലും ആ കുട്ടിക്ക് വേണ്ട ധാർമ്മിക മൂല്യത്തോട് കൂടി ആ കുട്ടി വളരണമെങ്കിൽ ആ കുട്ടിക്ക് എന്തിൻ്റെയൊക്കെ ഇമ്പോർട്ടൻസ് മനസ്സിലാവണം. ലവിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാവണം. റെസ്പെക്റ്റ് എന്താന്ന് കുട്ടി അറിയണം. ഒരു എന്താ പറയുക, ഒരു ലീഡർഷിപ്പ് മെൻറ്റാലിറ്റി, അല്ലെങ്കിൽ ഒരു കുടുംബനാഥൻ ലീഡ് ചെയ്ത് കൊണ്ടുപോകും ഒരു കുടുംബത്തിൽ, അല്ലേ? എല്ലാ കാര്യം പണ്ടൊക്കെ അങ്ങനെയായിരുന്നു. ഒരു കുടുംബനാഥനാണ് കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നത്. എല്ലാവരും ജോലിക്ക് പോകുന്ന ഏർപ്പാടൊന്നും പണ്ടത്തെ നമ്മൾ പുരാതന ഇന്ത്യൻ സംസ്കാരത്തിൽ ഇല്ലായിരുന്നു. ഇപ്പോഴാണ് നമ്മൾ ഇന്ത്യയിൽ എന്തായത്, എല്ലാവരും ഒരു ചെറിയ കുഞ്ഞു പോലെ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി സ്കൂളിൽ ഇട്ടുന്ന എങ്ങോട്ട് പോകും? ഉച്ചയ്ക്ക് ശേഷം അല്ലെങ്കിൽ വൈകുന്നേരം എങ്ങോട്ട് പോകും? മൊബൈൽ ഷോപ്പിൽ ജസ്റ്റ് നിൽക്കാൻ പോകും. വെറും ഒരു 100 രൂപ കിട്ടി അതായല്ലോ. ജസ്റ്റ് അവർക്ക് അവിടെ മൊബൈൽ ഫോൺ ഇല്ലാത്ത കുട്ടികളില്ല. മൊബൈൽ ഫോൺ റീചാർജ് ചെയ്യാൻ ക്യാഷ് വേണ്ട. അപ്പോൾ മറ്റുള്ളവർ ഇപ്പോഴത്തെ കുട്ടികൾ എന്താണ് ആത്മാഭിമാനമുള്ളവർ. അവരെന്ത് ചെയ്യുന്നത്? സ്വന്തമായിട്ട് ഏൺ ചെയ്യാൻ നോക്കുന്ന ജനറേഷൻ. അതൊരു അഭിമാനത്തോടുകൂടി നമുക്ക് പറയാം. സ്വന്തം കാലിൽ നിൽക്കാൻ എത്രയും പെട്ടെന്ന് സ്വന്തം കാലിൽ നിൽക്കണം നോക്കി 7ാം ക്ലാസ് മുതലുള്ള മക്കൾസ്. അത് കുറച്ചൊരു തമാശയാണെങ്കിൽ അതിൽ കാര്യമുണ്ട്. ഓക്കെ, അപ്പൊ നമ്മളിപ്പോൾ പറയുന്നത് കോർ വാല്യൂസ് ആണ്. ഈ കോർ വാല്യൂസ് ചിൽഡ്രൻ എങ്ങനെ ഏൺ ചെയ്യുന്നു? ഇതിനൊരു ഹെഡിങ്, നമ്മുടെ ഹെഡിങ് ഡെവലപ്പിംഗ് വാല്യൂസ് ഇൻ ചിൽഡ്രൻ. കുട്ടികളുടെ എങ്ങനെയാണ് നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാം, വികസിപ്പിച്ചെടുക്കാം വാല്യൂസ്. അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ട് ഒരു കുടുംബത്തിൽ തന്നെ കുട്ടി വളരുമ്പോൾ കുട്ടി കാണുന്നതായ കുട്ടിയുടെ എന്തൊക്കെ കാണണം? കുട്ടി വളരുമ്പോൾ അച്ഛൻ അമ്മയെ കാണുന്നു, അവർ തമ്മിലുള്ള റിലേഷൻ സഹകരണം കാണുന്നു, വഴക്കടിക്കാതെ പോകുന്ന കുടുംബത്തിനെ കാണുന്നു, ഏട്ടൻ അനിയനായിട്ടുള്ള അച്ഛൻ്റെ ഏട്ടൻ മറ്റുള്ള റിലേഷൻസ് ആയിട്ട് അവർ ഗുഡായിട്ട് മൂവ് ചെയ്യുന്നതും സംസാരിക്കുന്നതും, ഒരാൾക്ക് വയ്യെങ്കിൽ മറ്റൊരാൾ താങ്ങായി മാറുന്നതും, ഇനിയിപ്പോൾ സാമ്പത്തികപരമായി സഹായിക്കുന്നതും കോർഡിനേറ്റ് ചെയ്യുന്നതും, അങ്ങനെയുള്ള എല്ലാത്തിനും ഓരോ മെസ്സേജ് ആർക്ക് കിട്ടുന്നുണ്ട്? കുട്ടിക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഒരു കുട്ടിയുടെ ആ ഒരു വളർച്ചയുടെ കാലഘട്ടത്തിൽ കുട്ടി ആർജിച്ചെടുക്കുന്ന പല കാര്യങ്ങളുമാണ് ആ കുട്ടിയെ ഒരു വ്യക്തിയായിട്ട് മാറ്റുന്നത്.
അതാണ് നമ്മൾ ഇവിടെ പറയുന്നത് ഡെവലപ്പിംഗ് വാല്യൂസ് ഇൻ ചിൽഡ്രൻ. ഓക്കെ, മറന്നു പോകരുത്. അത് ഈ കോർ വാല്യൂല് നമ്മൾ ഇതിലാണ് നമ്മൾ ലാസ്റ്റ് പോയിന്റാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ലാസ്റ്റ് പോയിന്റാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ട് ദ ഡെവലപ്പിംഗ് വാല്യൂ, അത് കോർ വാല്യൂസ്. ഓക്കെ, ദ പ്രീവിയസ് സെക്ഷൻ നമ്മൾ ഇതുവരെ പറഞ്ഞത് എന്താണ്, മൊറാലിറ്റി അങ്ങനെയുള്ള കാര്യങ്ങൾ തന്നെയാണ്. നെക്സ്റ്റ്, and expressed by often we try to educate children about environment. അതായത് ഒരു കുട്ടിയുടെ പരിതസ്ഥിതി എന്ന് പറയുമ്പോൾ എന്താണ്, ആ കുട്ടിയുടെ പരിതസ്ഥിതി, എൻവയോൺമെന്റ് ഓഫ് ചിൽഡ്രൻ. നമ്മൾ സാധാരണ എൻവയോൺമെന്റ് അറിയാം, നമ്മുടെ ഭൂമിയുടെ പരിസ്ഥിതി, ഭൂമി നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇതിൽ തന്നെ അല്ലേ, നമ്മൾ ബികോം സബ്ജക്റ്റിൽ എൻവയോൺമെന്റൽ സ്റ്റഡീസ് എന്ന് പറയുന്ന ഒരു കോമൺ പേപ്പർ എല്ലാവർക്കും എഴുതണം. നമ്മൾ മിസ് തന്നെ നേരത്തെ പല പാർട്ടിലും ഇതിൽ പഠിപ്പിച്ചിട്ടുണ്ട്. എൻവയോൺമെന്റൽ നമ്മുടെ സറൗണ്ടിങ്സിലെ അബിയോട്ടിക്സ് ഫാക്ടേഴ്സും ഓർഗാനിസംസ് ആൻഡ് ഡിസേർട്ട്, ലേക്ക്, നമ്മുടെ നേച്ചർ, മൊത്തത്തിൽ നേച്ചറും ആൻഡ് റിവേഴ്സ്, മൗണ്ടെയിൻസ്, പല കോസ്റ്റൽ റീജിയൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അടങ്ങുന്ന നമ്മുടെ സറൗണ്ട്, ദാറ്റ് ഈസ് അറ്റ്മോസ്ഫിയർ ഒക്കെ ഉള്ളതാണ് എന്ത്, നമ്മളെ എൻവയോൺമെന്റൽ എന്ന് പറയല്ലേ, പരിസ്ഥിതി, നമ്മളെ ചുറ്റുപാട്, ആവാസ വ്യവസ്ഥ. പക്ഷേ ഒരു ചിൽഡ്രൻ, ഒരു കുട്ടിയുടെ പരിസ്ഥിതി എന്ന് എൻവയോൺമെന്റൽ ഓഫ് എ ചിൽഡ്രൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ആ കുട്ടിയുടെ ചുറ്റുപാടും നടക്കുന്ന കാര്യങ്ങൾ എന്താണ്, ജീവനുള്ളവയായ നമ്മുടെ അച്ഛൻ, അമ്മ, കുടുംബാന്തരീക്ഷം, ആ കുട്ടി കാണുന്ന കാര്യങ്ങൾ, ഇതൊക്കെ തന്നെയാണ് പറയുന്നത്. ഓക്കെ, അതായത് കുട്ടി ഈക്വാലിറ്റി കാണുന്നു, എന്തൊക്കെ ഗുണങ്ങളാണ് അല്ലെങ്കിൽ എന്തൊക്കെയാണ് കുട്ടി കാണുന്നത് കുടുംബത്തിൽ, ഈക്വാലിറ്റി, പാർട്ടിസിപ്പേഷൻ ആൻഡ് മെനി അതർ സച്ച് ഇഷ്യൂസ്. ഓരോ ഇഷ്യൂസ് വരുമ്പം ആ കുടുംബനാഥനിൽ അച്ഛൻ അത് സോൾവ് ചെയ്യുന്നത്, സോൾവിങ് പ്രോബ്ലം, സോൾവിങ് മെന്റാലിറ്റി എന്നൊക്കെ പറയും. അതായത് ഒരു വലിയ പ്രശ്നം സോൾവ് ആക്കാനും വേണം ഒരു കഴിവ്, അതായത് കോംപ്രമൈസ് ചെയ്യാൻ ഒരു കഴിവ് വേണം. അത് കുട്ടി കാണുമ്പോൾ കുട്ടി അത് പഠിച്ചിരിക്കും, കുട്ടി അത് എന്താണ് അതിന് സാക്ഷിയാകുമ്പോൾ കുട്ടി അത് മനസ്സിലാക്കുന്ന ഒരു സന്ദർഭം. ഓക്കെ, നെക്സ്റ്റ് ഇതിൽ പറയുന്നത് ഈക്വാലിറ്റി ആൻഡ് പാർട്ടിസിപ്പേഷൻ ആൻഡ് മെനി അതർ സച്ച് ഇഷ്യൂസ് ബട്ട് നോട്ട് ഫോർ ദീസ് പ്രോബ്ലംസ് ആൻഡ് എഡ്യൂക്കേഷൻ ഇൻ ദ ലേറ്റർ കേസ് ഓഫ് വുഡ് നോട്ട് റിമെയിൻ കോൺഫൈൻഡ് ഓഫ് പാസിംഗ് ഓഫ് ലോഡ്സ്. ഓക്കെ, അപ്പോൾ ഈ കുട്ടി ഒരു 6 വയസ്സാകുമ്പോഴാണ് എഡ്യൂക്കേഷനിലേക്ക് പോകുന്നത്. അതുവരെ കുട്ടി കാണുന്നതും കേൾക്കുന്നതും ചുറ്റുപാടുമുള്ള കാര്യങ്ങളാണെന്നാണ് പറയുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ്, അതായത് സിവിലൈസേഷൻ ആൻഡ് കൾച്ചർ, കൾച്ചറൽ ഡൈവേഴ്സിറ്റി, സ്കൂൾ ആൻഡ് കമ്മ്യൂണിറ്റി. ആ സ്കൂൾ ആൻഡ് കമ്മ്യൂണിറ്റി എന്നുള്ള പോയിന്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്ന സ്കൂൾ. ഒരു സ്കൂളിൽ നിന്ന് ഒരു കുട്ടിക്ക് എന്തൊക്കെ ലഭിക്കുന്നു, ടീച്ചർ എടുക്കുന്ന പാഠങ്ങൾ മാത്രം പഠിക്കുന്നതാണോ കുട്ടി ചെയ്യുന്നത്? ഓക്കെ, ഒരു ടീച്ചർ എന്താവണം, ആ കുട്ടിക്ക് മാതൃകയാവണം എന്ന് നമ്മൾ പറയാം. അപ്പോൾ ടീച്ചറിൻ്റെ ആ കുട്ടി ഒരു പക്ഷെ പൊതുവെ സൈക്കോളജിക്കലി പറയുകയാണെങ്കിൽ ചിലർക്ക് എന്താണ് സൈക്കോളജി, അതായത് ഒരു സബ്ജക്റ്റ് വളരെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആ സബ്ജക്റ്റ് എടുക്കുന്ന ടീച്ചറും എന്ത് ചെയ്യും, നല്ല രീതിയിൽ ആസ്വദിച്ച് ക്ലാസ് എടുക്കുകയാണെങ്കിൽ ആ ടീച്ചറെ സബ്ജക്റ്റും കുട്ടികൾക്ക് ഇഷ്ടപ്പെടും. നല്ല റഫ് ആൻഡ് ടഫ് ആയിട്ട് ക്ലാസ് എടുക്കുന്ന ടീച്ചറും ഭയങ്കരതാണ്, നമുക്ക് ആ സബ്ജക്റ്റിനോടും താല്പര്യം തോന്നത്തില്ല എന്നതാണ് മിസ്സിൻ്റെ ഒരു കാഴ്ചപ്പാട്. എല്ലാവർക്കും എങ്ങനെയാണെന്ന് അറിയത്തില്ല, എങ്കിലും ആ മിസ്സ് നല്ല എന്താ പറയുക, കുട്ടികളോട് നല്ല രീതിയിൽ ചിരിച്ചും അവരോട് നല്ല ഫ്രണ്ട്ഷിപ്പ് രീതിയിൽ നല്ല പോസിറ്റീവായിട്ട് നല്ല ക്ലാസ് എടുക്കുന്ന ടീച്ചേഴ്സിന് എല്ലാവർക്കും പൊതുവേ ഇഷ്ടമാണ്. അതേപോലെ തന്നെയാണ് സ്കൂൾ ആൻഡ് കമ്മ്യൂണിറ്റി. ആ സ്കൂൾ എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ, അതൊരു സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ്, സാമൂഹിക സ്ഥാപനമാണ് എന്ത് സ്കൂൾ. ആ സ്കൂളിൽ നിന്ന് കുട്ടിക്ക് കിട്ടുന്ന ഗുണങ്ങൾ കുറേ ഗുണങ്ങളുണ്ട്. ഫ്രണ്ട്ഷിപ്പ് കിട്ടുന്നത് സ്കൂളിൽ നിന്നാണ്, ലീഡർഷിപ്പ് ക്വാളിറ്റി കിട്ടുന്നതും അല്ല വീട്ടിൽ നിന്നും കിട്ടുന്നുണ്ട്, എങ്കിലും അവരത് ഒഫീഷ്യലി അവരത് മനസ്സിലാക്കുന്നത് സ്കൂളിൽ നിന്നാണ്. അതൊരു ലീഡർ എന്താ ചെയ്യുന്നതെന്നൊക്കെ അവർ കുഞ്ഞിലെ 1ാം ക്ലാസ് അല്ലെങ്കിൽ അംഗൻവാടിയിലൊന്നും ലീഡർ ഇല്ലല്ലോ. അംഗൻവാടി പഠിക്കുന്ന കാലഘട്ടം 3 വയസ്സ് ടു 4 വയസ്സ്, ദെൻ സ്കൂൾ കമ്മ്യൂണിറ്റി, ദെൻ സ്കൂൾ ആൻഡ് കമ്മ്യൂണിറ്റി. സ്കൂളിലേക്ക് പോകുമ്പോൾ ഒരു കുട്ടിക്ക് 6 വയസ്സാവും. ആ സമയത്ത് കുട്ടിക്ക് ഏകദേശം എന്തില്ല, ആ കുട്ടിക്ക് ജസ്റ്റ് കോമൺ സെൻസ് ഇങ്ങനെ വരുന്നുള്ളൂ, അതായത് ഒരു ജസ്റ്റ് ഇങ്ങോട്ട് വരുന്നുള്ളൂ. LKG ഇപ്പോഴത്തെ കാലഘട്ടം LKG UKG കഴിഞ്ഞിട്ടാണ് വരുന്നതെങ്കിലും ഇനിയിപ്പോൾ നമ്മൾ സ്കൂളാണ് ഇവിടെ നമ്മളെ പോയിന്റ് എന്താണ്, സ്കൂൾ ആൻഡ് കമ്മ്യൂണിറ്റി. അപ്പോൾ സ്കൂളിൽ കുട്ടി വരുമ്പോൾ കുട്ടീൻ്റെ ക്ലാസ്സിൽ ഒരു ലീഡർ അവർ ടീച്ചർ തിരഞ്ഞെടുക്കുന്നു. അപ്പോൾ കുട്ടിക്ക് ആ ലീഡർ എന്തൊക്കെ ചെയ്യുന്നത്, ലീഡറായിരിക്കും കുട്ടികൾ കളിക്കുമ്പോൾ അത് കളിക്കരുത്, അത് ചെയ്യരുത്, സൗണ്ട് ഉണ്ടാക്കരുത്, ടീച്ചറോട് പറഞ്ഞു കൊടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് കുഞ്ഞിലെ ആ വികൃതികളോട് കൂടിയുള്ള ആ ഒരു ലീഡർഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നതും കുട്ടികൾ പരസ്പരം കാണുന്നു.
അങ്ങനെ കുട്ടിക്ക് 6 വയസ്സ് മുതൽ സ്കൂളിൽ എന്നുള്ള സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനായ സ്കൂളിൽ നിന്ന് എന്ത് ലഭിക്കുന്നു? അത്യാവശ്യം നോളജ് എല്ലാം ലഭിക്കുന്നു. അങ്ങനെ ലീഡർഷിപ്പ് മെന്റാലിറ്റി ലഭിക്കും, പ്രോബ്ലം സോൾവിങ് കിട്ടുന്നു. അതായത് 2 കുട്ടി എന്തായാലും സ്കൂളിൽ പോയാൽ അങ്ങോട്ട് എന്തായാലും ചെറുതായിട്ട് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവും, 2 കുട്ടികൾ അങ്ങോട്ട്, അവിടുന്ന് പ്രോബ്ലം സോൾവിങ് മെന്റാലിറ്റി കിട്ടുന്നു. ദെൻ ലവ് കിട്ടുന്നു,